ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം നമ്മൾ ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന നിമിഷമാണ്. ദൈവത്തെ പാടി ആരാധിക്കുന്ന ഈ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം. സങ്കീർത്തനം 55:22 തിരുവചനം പറയുന്നു, നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അതേ പ്രിയമുള്ളവരെ, ഭാരവും വേദനയും ദുഃഖങ്ങളും വെച്ചുകൊണ്ടിരുന്ന ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ സ്തുതി ആരാധന സമയം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരവും എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും ഈശോയുടെ സന്നിധിയിൽ കൊടുക്കണം. സങ്കീർത്തനങ്ങൾ 34:6 തിരുവചനം പറയുന്നു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിച്ചു എന്ന് തിരുവചനം പറയുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുമുൻപിൽ എളിമയോടെ നിന്നുകൊണ്ട് എല്ലാം മറന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റണം. ഈ സമയം നമ്മൾ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ അഗാധമായ ബന്ധം, പ്രത്യേകിച്ച് നമ്മൾ പരസ്പരം എൻ്റെ ശരീരവും എൻ്റെ യേശുവിൻ്റെ ശരീരം ഒന്നാകുന്ന മനോഹരമായൊരു നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാകുന്ന ഒരു മനോഹര നിമിഷമാണ് പ്രാർത്ഥന. വിശുദ്ധ പാദ്രോപ്പിയ പറയുന്നത്, പ്രാർത്ഥന എന്നാൽ മനുഷ്യ ശരീരത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഓക്സിജൻ എന്നാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അത്രമാത്രം തീഷ്ണത പ്രാർത്ഥനയ്ക്കുണ്ട്. അപ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യേശുനാഥൻ സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ മനോഹരമായ പല സംഭവങ്ങൾ സമയത്തും ഈശോ അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ തിരുവചനങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഏശയ്യായുടെ പുസ്തകം, പ്രത്യേകിച്ച് നമ്മൾ 38-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 5-ാമത്തെ തിരുവചനം പറയുന്നു, നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിൻ്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചിരിക്കുന്നു. അവിടെ പറയുന്ന മനോഹരമായ സംഭവം ഇതാണ്. 38:1 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് ഏശയ്യാ പ്രവാചകൻ വന്ന് പറയുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നീ മരിക്കും, നീ മരിക്കും എന്നാണ് അവിടെ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഹെസക്കിയ രാജാവ് ഉടനെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ തിരുമുൻപിൽ ചങ്ക് പൊട്ടി അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം പറയുന്ന വചനമാണ്, പ്രത്യേകിച്ച് ഏശയ്യാ 38:5 തിരുവചനം, നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിൻ്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹെസക്കിയ രാജാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ്റെ പ്രാർത്ഥനയുടെ മേൽ മരിക്കുമെന്ന് പറഞ്ഞ ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവനെ ജീവിക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് കാണാം. എൻ്റെ പ്രിയമുള്ളവരെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരായുധമാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്ക സഭയിൽ 11-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഹെസിദ്. ഇദ്ദേഹം പോളണ്ടിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കടന്നു വരുന്ന സമയം അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച ഉണ്ട്. തലേ ദിവസം ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും കാരണം അവിടെയുള്ള കൃഷി അങ്ങനെ പലതും നഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കരമായ വേദന. അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ വന്ന് ജനത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമം. അപ്പോൾ ഈ ഹെസിദ് എന്ന് പറയുന്ന വിശുദ്ധൻ പറയുകയാണ്, നമുക്ക് ഈ രാത്രി മുഴുവനും ദൈവ തിരുമുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയമുള്ളവർ, അത്ഭുതമെന്ന് പറയട്ടെ, ആ രാത്രി മുഴുവനും ആ പോളണ്ടിലെ രാജ്യത്തിലുള്ള എല്ലാ മക്കളും ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ സൂര്യൻ ഇതാ പൊങ്ങി വരുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ച, തലേ ദിവസം നശിച്ചു കിടന്ന എല്ലാ കൃഷിയിടങ്ങളും പഴയതുപോലെ പൂത്തു നിൽക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ മനോഹരമായ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ എല്ലാം സാധിക്കും. മത്തായി 7:7-8 തിരുവചനം പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് വചനം പറയുന്നു. 8-ാമത്തെ വചനം പറയുന്നത് എങ്ങനെയാണ്? ചോദിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും, മുട്ടുന്ന ഏവനും തുറന്നു കിട്ടുമെന്ന് തിരുവചനങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ശാലോം ചാനലിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ഈ സമയം കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കാമോ? കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയോ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ഈ സമയം ദൈവത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, എന്തു തന്നെ ആവട്ടെ,
പ്രിയമുള്ളവരെ, നിങ്ങൾ സമർപ്പിക്കുമ്പോൾ വളരെ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ഈശോ ഇറങ്ങി വരും, ഞാൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിന് മുൻപിലാണ് നിങ്ങൾ വിളിക്കുന്നത്, നിങ്ങൾ കരയുന്നത്. ആ വലിയ ബോധ്യത്തോടുകൂടി സാധിക്കുന്നവർ രണ്ട് കരങ്ങളും ഉയർത്തി മനമുയർത്തി എന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ വിശ്വാസത്തോടെ വിളിക്കാമോ? യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിളിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശംഖ് പൊട്ടി വിളിക്കാമോ? യേശുവേ എന്ന് വിളിച്ചേ. കരങ്ങൾ അടിച്ച് സാധിക്കുന്നവർ കരങ്ങൾ അടിച്ച് പാടി പാടി വലിയ വിശ്വാസത്തോടുകൂടി എന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്ന ഒരു യേശുവുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ എല്ലാം മറന്ന് ഒന്ന് പാടി ആരാധിക്കാമോ? യേശുവേ, ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. സങ്കീർത്തനങ്ങൾ 57:2 തിരുവചനം പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അതേ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന സർവശക്തനായ ദൈവത്തെ കരമുയർത്തി മനമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ആടി പാടി ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ചേർന്ന് പാടി. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. കരങ്ങൾ ഉയർത്തി അടിച്ച് നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വലിയ വിശ്വാസത്തോടെ, നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വലിയ പ്രത്യാശയോടെ തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. മർക്കോസ് 11:24 തിരുവചനം പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും, ലഭിക്കുക തന്നെ ചെയ്യും. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ ദൈവശക്തി കടന്നു വരുമെന്ന് നീ വിശ്വസിച്ച് കരമുയർത്തി വിളിക്കാമോ? യേശുവേ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ആടി പാടി. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. യേശുവേ. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം. ഹല്ലേലൂയ. നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. യേശുവേ. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം. കരങ്ങൾ ഉയർത്തി അടിച്ച് നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം.
വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം. കണ്ണുകളൊക്കെ അടച്ച്, എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് വലിയ വിശ്വാസത്തോടെ പാടാമോ? ആവർത്തിച്ച് പാടാമോ? അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. നിശ്ചയം നിശ്ചയം യേശുവേ, എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഈശോയെ, അവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. വാഗ്ദത്തം തന്നവനകലുകില്ല. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കാൻ തോന്നുന്നവർ യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ എന്ന് വിളിക്കാൻ തോന്നുന്നവർ യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വലിയ വിശ്വാസത്തോടെ നമുക്ക് പാടാമോ? പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, ഓ ജീസസ്. യാചിച്ചാൽ മറുപടിയുണ്ട്, യേശുവേ. മുട്ടിയാൽ തുറന്നിടും, ഓ എൻ്റെ കർത്താവേ. ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. വിശ്വസിക്കുന്ന കപ്പാ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. യേശുവേ അപ്പാ. യേശു അപ്പാ. ഞാനിതാ വിശ്വസിക്കുന്നു. യേശുവേ എന്റെ കണ്ണുനീര് കാണുന്ന യേശുവേ, എന്റെ ജീവിതത്തെ കാണുന്ന ഈശോയെ, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈശോയെ, എന്റെ പ്രാർത്ഥനയുടെ മേൽ കരം നീട്ടി അനുഗ്രഹിക്കുന്ന ഈശോയെ, അപ്പാ. യേശുവേ, യേശുവേ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, അപ്പച്ച, അമ്മച്ചി, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരുന്ന നിമിഷമാണ്. നീ ഏത് അവസ്ഥയിലാണോ ഇപ്പോൾ ദൈവത്തിരുവിലായിരിക്കുന്നത്, ആ അവസ്ഥയിലേക്ക് ഇതാ ഈശോ ഇറങ്ങി വരുന്ന നിമിഷമാണ്. നിന്നെ തൊടുന്ന നിമിഷമാണ്. നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. 115 സങ്കീർത്തനം 12 തിരുവചനം പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അതേ പ്രിയമുള്ളവരെ,
നമ്മെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവം ഇതാ നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ഇതാ കടന്നു വരികയാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ് തൂണിന്മേൽ ശിമയോൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ശൈത്യകാലത്ത് ആടുമേയ്ക്കുന്ന സമയത്ത്, മഴ പെയ്ത സമയത്ത് ഒരു ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പാരായണം ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു വചനം ഈ ആടുമേയ്ക്കാൻ വന്ന ശിമയോൻ എന്ന് പറയുന്ന മകൻ്റെ ജീവിതത്തെ അടിമുടിയൊന്ന് മാറ്റി. അവൻ പിന്നെ ആ വചനത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. അവൻ അന്വേഷിച്ചു തുടങ്ങി, ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുവാൻ പറ്റും? ഈശോയോട് കൂടുതൽ ഒട്ടി നിൽക്കാൻ എനിക്ക് എങ്ങനെയാണ് പറ്റുന്നത്? ഈശോയോട് എങ്ങനെയാണൊന്ന് ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റുന്നത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ അവൻ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന യാക്കോബ് ശ്ലീഹ പറയുന്നില്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, അവൻ വേറെ ഒന്നും നോക്കിയില്ല. അവനറിയാവുന്ന ഒരു വൈദികൻ്റെ അടുക്കലേക്ക് അവൻ കടന്നു ചെന്നു. വൈദികനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, നിനക്ക് നിന്റെ ഹൃദയത്തിലേക്ക് പതിച്ച ഈ വചനം നിന്നിൽ മാംസം ധരിക്കണമെങ്കിൽ നീ ദൈവവുമായിട്ട് കൂടുതൽ ബന്ധത്തിലായിരിക്കണം. അതിന് 2 കാര്യങ്ങളാണ്, പ്രാർത്ഥനയും ഉപവാസവും. അങ്ങനെ ആട് മേയ്ച്ച് നടന്ന ആ മകൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ഉപേക്ഷിച്ചു. അവൻ യേശുവിൻ്റെ ആ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവൻ പരിത്യാഗങ്ങളും പ്രാർത്ഥനയുമായിട്ട് അവൻ കടന്നു. അവസാനം പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആയുധമായി മാറി. അവൻ എത്രത്തോളം പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാമോ അത്രത്തോളം പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. എൻ്റെ പ്രിയമുള്ളവരെ, തൂണിന്മേൽ ശിമയോൻ എന്ന് പറയുന്ന ഈ വിശുദ്ധൻ്റെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു ഉയരമുള്ള ഒരു തൂണിൽ, പ്രത്യേകിച്ച് ഒരാൾക്ക് നിവർന്ന് കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്തംഭമുണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് അതിശക്തമായിട്ട് ദൈവത്തോട് ഒപ്പം നമ്മൾ പറഞ്ഞു, 2 ഹൃദയങ്ങൾ തമ്മിലുള്ള ഒന്നാകലാണ് പ്രാർത്ഥന. ആ ഒന്നാകലിന് വേണ്ടി മണിക്കൂറോളം, വർഷങ്ങളോളം ഈ മകൻ ഒരു തൂണിൻ്റെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഈ മകനെ കാണാൻ വരുന്നവർ വന്ന് സങ്കടത്തോടെ പലവിധ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പറയുമ്പോൾ ഈ മകൻ ആ തൂണിൻ്റെ മുകളിലിരുന്ന് ഈ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ തുടങ്ങി. എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സമയം ആഗ്രഹിക്കുക, എൻ്റെ ജീവിതത്തെ തൊടാൻ കഴിവുള്ള ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ ജീവിതത്തെ തൊടാൻ, നിന്റെ ജീവിതത്തെ സ്പർശിക്കുവാൻ, നീ ആയിരുന്ന അവസ്ഥകളെല്ലാം മാറ്റുവാൻ കഴിവുള്ള ഒരു ഈശോ നിനക്കുണ്ട്. ആ ഈശോയുടെ സന്നിധിയിലാണ് നീ ആയിരിക്കുന്നത്. നീ ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് ആഗ്രഹിച്ച് ഈ സമയം പ്രാർത്ഥിക്കണം. ഈശോയോട് നീ പറയണം, ഈശോയെ, ഈ സമയം ഞാനിതാ പ്രാർത്ഥിക്കുന്നു, എന്നെ ഒന്ന് തൊടണമേ, എൻ്റെ ഹൃദയവും എൻ്റെ ഈശോയുടെ ഹൃദയവും ഒന്നാക്കി മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൽ ആഴമായി ഇടപെടാൻ കഴിവുള്ള ആ ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ട് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റ കാര്യമേ ഇപ്പോഴുള്ളൂ, ഈശോയെ, ആഴത്തിൽ നീ എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ ഈശോയെ. എൻ്റെ അപ്പാ, എൻ്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കണമേ അപ്പാ. യേശുവേ, ചെറിയ സ്വരത്തിൽ ഒന്ന് സ്തുതിക്കാൻ പറ്റുന്നവരൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് വലിയ ആഗ്രഹത്തോടു കൂടി, ഈശോയെ, നീ എന്നെ ഒന്ന് തൊടണമേ ഈശോയെ. ഈശോയെ, നീ എന്നെ ഒന്ന് സ്പർശിക്കണമേ ഈശോയെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഈശോയെ നീ ഒന്ന് ഇറങ്ങി വരണമേ അപ്പാ. യേശുവേ, ഹല്ലേലൂയ. ഓ ജീസസ്. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവരും ചേർന്ന് പാടാമോ? യേശോപ്പാ, ഈശോയെ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും
ശ്രേഷ്ഠമായ ആ നാമം, യേശുനാമം. യേശുവപ്പാ, യേശുവപ്പാ, എന്റെ ജീവിതത്തെ ഒന്ന് തൊടണമേ അപ്പാ. എന്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കണമേ അപ്പാ. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നിയോഗങ്ങളുടെ മേൽ യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ. ഈ നിമിഷം പൂർണ്ണമായിട്ടും ഈ സമയം മുഴുവനും ഈശോ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കാം. ഈശോയെ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞാനിതാ ദൈവത്തിന് മുന്നിൽ ആയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് എന്നെ തൊട്ടു, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചു. ഈശോയെ, ഞാനിതാ നന്ദി പറയുന്നു. കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും, യേശു ഇന്ന് ജീവിക്കുന്ന ഈശോ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നിങ്ങൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ നന്ദി. നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ ജീവിതത്തെ തൊട്ട ഈശോയെ, അപ്പാ, നന്ദി ഈശോയെ. നന്ദി പറയുന്ന അപ്പാ. താങ്ക് യു ജീസസ്. നന്ദി പറയുന്ന ഈശോയെ, ഈശോയെ നന്ദി. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ യേശുവേ നന്ദി, യേശുവേ നന്ദി. ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. നന്ദി ഈശോയെ, നന്ദി ഈശോയെ. എന്നെ തൊട്ടതിന്, എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി ഈശോയെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.